ആളുകളെ കേട്ടിരിക്കുവാനാണെങ്കിലും തങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം കാത്തിരിക്കുവാനാണെങ്കിലും ഇവർ ക്ഷമ കാണിക്കും. ജീവിതത്തിൽ സത്യസന്ധത എന്ന ഗുണത്തിന് ഇവർ വളരെ പ്രാധാന്യം നൽകുന്നു. വാരിവരിച്ചു ചെയ്യാതെ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യുവാനാണ് ഈ നാളിൽ ജനിച്ചവർക്ക് താൽപ്പര്യം. ജ്യോതിശാസ്ത്രത്തിലെ 27 നക്ഷത്രങ്ങളിൽ 22ാം നക്ഷത്രമായ തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമസ്കാരം. പ്രപഞ്ച രഹസ്യങ്ങളിലേക്കും ആത്മീയതയുടെ ആഴങ്ങളിലേക്കും സ്വാഗതം. പുരാണ കഥകളും നക്ഷത്രഫലങ്ങളും ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ആസ്ട്രോ ടോക്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ജനന സമയവും ഗ്രഹനിലയും നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? വരാനിരിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാണോ അതോ പ്രതികൂലമാണോ? നക്ഷത്രവിശേഷങ്ങളും ഗ്രഹമാറ്റങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം ഓർക്കുക. ഇതൊരു പൊതുവായ ജ്യോതിഷഫലമാണ്. ഓരോ വ്യക്തികളുടെയും ജാതകത്തിലെ ഗ്രഹനിലകളും ദശാസന്ധികളും അനുസരിച്ച് ഇതിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ വരാവുന്നതാണ്. ആയതിനാൽ നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. കൂടാതെ നക്ഷത്രത്തോടൊപ്പം നിങ്ങളുടെ പേര് കൂടി കമന്റ് ചെയ്യുക. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ഭാരതീയ ജ്യോതിഷത്തിലെയും പുരാണങ്ങളിലെയും ഏറ്റവും തേജസ്സുറ്റ അധ്യായങ്ങളിലൊന്നാണ് തിരുവോണം. മകരരാശിയിലെ ചന്ദ്രന്റെ പ്രഭയിൽ കുളിച്ചു നിൽക്കുന്ന ഈ നക്ഷത്രം കേവലം ഒരു ജ്യോതിഷാടയാളം മാത്രമല്ല, മറിച്ച് അറിവിന്റെയും വിനയത്തിന്റെയും ഈശ്വരാനുഗ്രഹത്തിന്റെയും ഒരു മഹാപ്രവാഹമാണ്. ശ്രാവണം എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് തിരുവോണം എന്ന പേരുണ്ടായത്. ശ്രാവണം എന്നാൽ കേൾക്കുക എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ കേട്ടറിയാനും വിദ്യയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ. ആകാശത്ത് 3 കാൽപ്പാടുകൾ പോലെ തെളിഞ്ഞു നിൽക്കുന്ന ഈ നക്ഷത്ര സമൂഹം വാമനമൂർത്തിയുടെ ത്രിവിക്രമഭാവത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. മകരരാശിയുടെ അധിപനായ ശനിയുടെ ശിക്ഷണവും നക്ഷത്രാധിപനായ ചന്ദ്രന്റെ ശാന്തതയും ഒത്തുചേരുമ്പോൾ തിരുവോണം നക്ഷത്രക്കാർ അസാമാന്യ വ്യക്തിത്വത്തിന് ഉടമകളായി മാറുന്നു. ഇവർ ഒരേ സമയം കർക്കശക്കാരായ അച്ചടക്ക പാലകരും അതിലേറെ സ്നേഹനിധികളായ മനുഷ്യസ്നേഹികളുമാണ്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം 3 കാൽപ്പാടുകൾ അല്ലെങ്കിൽ ചെവിയാണ്. കേൾവിയിലൂടെ ഈ ലോകത്തെ പഠിക്കുകയും മൗനത്തിലൂടെ പ്രപഞ്ചത്തെ കീഴടക്കുകയും ചെയ്യുന്ന ഒരു തത്വം ഈ നക്ഷത്രത്തിന് പിന്നിലുണ്ട്. പുരാതന കാലത്ത് വേദങ്ങൾ പകർന്നു നൽകിയിരുന്നത് അക്ഷരങ്ങളിലൂടെയല്ല, മറിച്ച് കേൾവിയിലൂടെയായിരുന്നു. അതുകൊണ്ടുതന്നെ അറിവിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന നക്ഷത്രമായി തിരുവോണം കരുതപ്പെടുന്നു. ഈ നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മഹാബലിയുടെയും വാമനന്റെയും കഥയാണ്. എന്നാൽ ആ കഥയുടെ പിന്നിലെ യഥാർത്ഥ രഹസ്യം പലരും തിരിച്ചറിയാതെ പോകുന്നു. മഹാവിഷ്ണു തന്റെ പാദങ്ങൾ അളന്നുവെക്കാൻ തിരഞ്ഞെടുത്ത നക്ഷത്രമാണിത്. അഹങ്കാരത്തിന്റെ പാരമ്യത്തിൽ നിൽക്കുന്ന ഒരാളെ വിനയത്തിന്റെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്താനല്ല, മറിച്ച് ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഔന്നിത്യത്തിലേക്ക് ഉയർത്താനാണ് വാമനൻ വന്നത്. തിരുവോണം നക്ഷത്രക്കാരുടെ ജീവിതവും ഇത്തരമൊരു പരിവർത്തനത്തിലൂടെ കടന്നുപോകുന്നതാണ്. പലപ്പോഴും ജീവിതത്തിൽ വലിയ വീഴ്ചകൾ നേരിടുമ്പോഴാണ് ഇവർ കരുത്തരായി മാറുന്നത്. അതൊരു തകർച്ചയല്ല, മറിച്ച് വലിയ വളർച്ചയ്ക്കുള്ള പ്രപഞ്ചത്തിന്റെ ഒരു കൽപ്പനയാണ്. ഇവർ അറിവിനെ സ്നേഹിക്കുന്നവരാണ്, എന്നാൽ ആ അറിവ് പ്രകടിപ്പിക്കാറില്ല. ഒരാഴക്കടലിന്റെ ശാന്തത അവർക്കുണ്ടാകും, പക്ഷേ ആ ശാന്തതയ്ക്കിടയിൽ നിഗൂഢമായ പല ചിന്തകളും ലക്ഷ്യങ്ങളും അവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർക്ക് ഒരിക്കലും പൂർണ്ണമായി വായിച്ചെടുക്കാൻ കഴിയാത്ത ഒരു പുസ്തകമാണ് ഓരോ തിരുവോണം നക്ഷത്രക്കാരനും. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ കർമ്മനിരതരും ബുദ്ധിമാനുമാണ്. എന്നാൽ എല്ലാ നാണയത്തിനുമെന്ന പോലെ ഇവരുടെ സ്വഭാവത്തിനും മറുവശങ്ങളുണ്ട്. ജീവിതത്തിൽ പതറാതെ മുന്നേറാൻ ഈ നെഗറ്റീവ് വശങ്ങളെ തിരിച്ചറിയുന്നത് അത്യാവശ്യമാണ്. അമിതമായ ആത്മവിശ്വാസം പലപ്പോഴും തങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്ന ഉറച്ച വിശ്വാസത്തിലേക്ക് ഇവരെ നയിക്കുന്നു. ഇത് മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേൾക്കുന്നതിൽ നിന്നും ഇവരെ തടയുകയും വലിയ വീഴ്ചകൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നർമ്മബോധമുള്ളവരാണെങ്കിലും ചില സമയത്ത് ഇവരുടെ വാക്കുകൾ കൂരമ്പ് പോലെ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ തറയ്ക്കും. അറിയാതെ പറയുന്ന വാക്കുകൾ പോലും ഉറ്റ സുഹൃത്തുക്കളെ ശത്രുക്കളാക്കാൻ കാരണമാകും. പെട്ടെന്ന് കാര്യങ്ങൾ ആവേശത്തോടെ തുടങ്ങും, എങ്കിലും അത് പൂർത്തിയാക്കുന്നതിന് മുൻപ് മടുപ്പ് തോന്നുന്ന പ്രവണത ഇവരിൽ കാണാറുണ്ട്. ലക്ഷ്യബോധമില്ലാത്ത അലച്ചിലുകൾ ഇവരുടെ സമയവും ഊർജവും നഷ്ടപ്പെടുത്തും. പുറമേ കാണുന്ന തിളക്കങ്ങളിൽ ആകൃഷ്ടരാവുകയും സാമ്പത്തിക പരിമിതികൾ മറന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നത് ഇവരെ കടക്കിണിയിലാക്കാൻ സാധ്യതയുണ്ട്. തിരുവോണം നക്ഷത്രക്കാർക്ക് ചന്ദ്രന്റെ സ്വാധീനം കൂടുതലായതിനാൽ ജലാശയങ്ങളുമായി ബന്ധപ്പെട്ടും വാഹനയാത്രകളിലും പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ്. അമിത വേഗത ഒഴിവാക്കുക. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ വാഹനമോടിക്കുമ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കണം. ഉറക്കമില്ലായ്മയോ മനക്ലേശമോ ഉള്ളപ്പോൾ ദൂരയാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. പുഴകളിലും കടലിലും ഇറങ്ങുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക.
അപരിചിതമായ ജലാശയങ്ങളിൽ നീരാടാൻ പോകുന്നത് അപകടങ്ങൾ ക്ഷണിച്ചുവരുത്തും. അമിതമായ ആധി ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. ഇത് തലകറക്കം പോലുള്ള ശാരീരിക അസ്വസ്ഥതകളിലേക്കും വീഴ്ചകളിലേക്കും നയിക്കാം. കൃത്യമായ യോഗയും മെഡിറ്റേഷനും ശീലമാക്കുക. ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി ഐശ്വര്യം കൈവരിക്കാൻ ഈ പറയുന്ന കാര്യങ്ങൾ പിന്തുടരാവുന്നതാണ്. ചന്ദ്രപ്രീതി: തിങ്കളാഴ്ചകളിൽ വെളുത്ത വസ്ത്രം ധരിക്കുന്നതും തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുന്നതും മനസ്സിന് ശാന്തി നൽകും. വൃക്ഷം എരുക്ക്: നിങ്ങളുടെ ജന്മവൃക്ഷമായ എരുക്ക് നട്ടുപിടിപ്പിക്കുന്നതും അതിനെ പരിപാലിക്കുന്നതും പോസിറ്റീവ് ഊർജം നൽകും. ദാനം: പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ഗ്രഹദോഷങ്ങൾ അകറ്റാൻ ഉത്തമമാണ്. ഒരു വ്യക്തിയുടെ വരാനിരിക്കുന്ന നാളുകളെയും കഴിഞ്ഞുപോയ ദിവസങ്ങളെയുമെല്ലാം ശക്തമായി സ്വാധീനിക്കുവാൻ ശേഷിയുള്ളവയാണ് ജന്മനക്ഷത്രങ്ങൾ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഓരോ ജന്മനക്ഷത്രങ്ങൾക്കും അനുയോജ്യമായ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതിന് വിശ്വാസികൾ പ്രാധാന്യം നൽകുന്നു. ഇതാ, തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ സന്ദർശിക്കേണ്ട ജന്മനക്ഷത്ര ക്ഷേത്രം ഏതാണെന്ന് നോക്കാം. തിരുവോണം മഹാവിഷ്ണുവിന്റെ നക്ഷത്രമാണ്. വ്യാഴാഴ്ച തോറും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുകയും ചെയ്യുന്നത് ഉത്തമമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന ക്ഷേത്രങ്ങളിലൊന്നായ ഗുരുവായൂർ ക്ഷേത്രമാണ് തിരുവോണം നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര ക്ഷേത്രമായി അറിയപ്പെടുന്നത്. ദക്ഷിണ ഇന്ത്യയുടെ ദ്വാരക എന്നാണ് വിശ്വാസികൾക്കിടയിൽ ഗുരുവായൂർ ക്ഷേത്രം അറിയപ്പെടുന്നത്. വൈഷ്ണവ വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന ഇവിടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ എത്താറുണ്ട്. പണ്ടുകാലം മുതലേ പുണ്യഭൂമിയായും വിശുദ്ധ ക്ഷേത്രമായും ഗുരുവായൂരിനെ കണക്കാക്കി പോരുന്നു. ഗുരുവായൂരിൽ ഉണ്ണിക്കണ്ണനെ ദർശനം മാത്രം ദർശിച്ചു മടങ്ങിയാൽ ഗുരുവായൂർ ദർശനം പൂർത്തിയാകില്ല എന്നാണ് വിശ്വാസം. സമീപത്ത് തന്നെയുള്ള മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, തിരുവെങ്കിടം ക്ഷേത്രം, പാർത്ഥസാരഥി ക്ഷേത്രം എന്നീ 3 ക്ഷേത്രങ്ങൾ കൂടി ഇവിടെ എത്തുന്നവർ ദർശനം നടത്തുന്നു. നിങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച ഒരാളാണെങ്കിൽ ഈ ലോകം നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ തിരിച്ചറിയാൻ പലപ്പോഴും വൈകിയേക്കാം. നിങ്ങളുടെ ശാന്തമായ സ്വഭാവം ചിലപ്പോൾ നിസ്സംഗതയായി മറ്റുള്ളവർക്ക് തോന്നാം. എന്നാൽ അക്കങ്ങളുടെയും ജ്യോതിഷത്തിന്റെയും കൃത്യമായ സമന്വയത്തിലൂടെ നിങ്ങളുടെ ഭാഗ്യത്തെ ഉണർത്താൻ നിങ്ങൾക്ക് സാധിക്കും. വിജ്ഞാനത്തിന്റെ ദേവതയായ സരസ്വതിയുടെ അനുഗ്രഹം മുതൽ പതറാത്ത ഭക്തിയുടെ ഉടമയായ ഹനുമാൻ സ്വാമിയുടെ കൃപ വരെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്നുണ്ട്. അറിവ് സമ്പാദിക്കാനും മറ്റുള്ളവർക്കായി പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്ന തിരുവോണം നക്ഷത്രക്കാർക്ക് അവരുടെ ഭാഗ്യസംഖ്യകൾ എങ്ങനെയൊക്കെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉപയോഗിക്കാമെന്ന് നമുക്ക് വിശദമായി ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. ഈ വീഡിയോ കേവലം ഒരു ഭാഗ്യസൂചികയല്ല, മറിച്ച് നിങ്ങളുടെ സ്വഭാവത്തിലെ പോസിറ്റീവ് ഊർജ്ജത്തെയും സംഖ്യാശാസ്ത്രപരമായ അനുകൂല സാഹചര്യങ്ങളെയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനമാണിത്. വിജയത്തിന്റെ വാതിലുകൾ തുറക്കാൻ സഹായിക്കുന്ന ആ മാന്ത്രിക സംഖ്യയും അത് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട രീതികളും നമുക്ക് ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ ആഴത്തിൽ മനസ്സിലാക്കാം. തിരുവോണം നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. രാശിചക്രമനുസരിച്ച് ഇത് മകരരാശിയിലാണ് വരുന്നത്. മകരരാശിയുടെ അധിപൻ ശനിയാണ്. അതിനാൽ തന്നെ ചന്ദ്രന്റെ സൗമ്യതയും ശനിയുടെ അച്ചടക്കവും ഒത്തുചേരുന്ന ഒരു പ്രത്യേക സ്വഭാവഘടനയാണ് തിരുവോണം നക്ഷത്രക്കാർക്കുള്ളത്. ഈ നക്ഷത്രത്തിന്റെ ചിഹ്നം 3 കാൽപ്പാടുകൾ അല്ലെങ്കിൽ ചെവിയാണ്. കേൾക്കുക എന്നതിൽ നിന്നാണ് ഈ പേര് വന്നത്. അറിവ് സമ്പാദിക്കാനും മറ്റുള്ളവരെ ശ്രദ്ധിക്കാനുമുള്ള അപാരമായ കഴിവ് ഇവർക്കുണ്ട്. തിരുവോണം നക്ഷത്രക്കാരുടെ പ്രധാന ഭാഗ്യസംഖ്യ 2 ആണ്. ഇതിനു പുറമെ 7, 11, 20 എന്നീ സംഖ്യകളും ഇവർക്ക് അതീവ ശുഭകരമാണ്. തിരുവോണത്തിന്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് സംഖ്യാശാസ്ത്രപ്രകാരം ചന്ദ്രന്റെ സംഖ്യയായ 2 ഇവർക്ക് ഏറ്റവും അനുയോജ്യമാകുന്നു. മനസ്സ്, ഭാവന, സ്നേഹം, സമാധാനം എന്നിവയുടെ പ്രതീകമാണ് 2. ആത്മീയതയുടെയും ആഴത്തിലുള്ള ചിന്തയുടെയും സംഖ്യയാണ് 7. തിരുവോണം നക്ഷത്രക്കാർ പൊതുവെ വിജ്ഞാനദാഹികളായതിനാൽ 7 എന്ന സംഖ്യ അവരുടെ ആത്മവിശ്വാസത്തിനും ഭൗതിക വളർച്ചയ്ക്കും സഹായിക്കുന്നു. നിങ്ങളുടെ ജീവിതം ഒരു വലിയ പോരാട്ടമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിഴലുകൾ നിങ്ങളെ പിന്തുടരുന്നുവെന്നും ഓരോ ചുവടുവെപ്പിലും വിധി ചതിക്കുഴികൾ ഒരുക്കുന്നുവെന്നും ഭയപ്പെടുന്നുണ്ടോ? ഓർക്കുക, ആകാശത്തെ ചന്ദ്രൻ പോലും തേഞ്ഞു മാഴഞ്ഞാണ് പൂർണ്ണതയിലെത്തുന്നത്. പരാജയങ്ങൾ നിങ്ങളെ തളർത്താനല്ല, മറിച്ച് കൂടുതൽ കരുത്തനാക്കി മാറ്റാനാണ് വരുന്നത്. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റവരുണ്ടാകാം. നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെട്ട അവസരങ്ങളുണ്ടാകാം. എന്നാൽ അതൊന്നും നിങ്ങളുടെ അവസാനമല്ല. ഇന്നലെയുടെ വീഴ്ചകളിൽ തളർന്നിരിക്കാതെ
നാളെയുടെ സൂര്യപ്രകാശത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. വിധി നിങ്ങളെ തോൽപ്പിക്കാൻ നോക്കുമ്പോൾ പുഞ്ചിരിയോടെ അതിനെ നേരിടുക. വീഴുന്നത് പരാജയമല്ല, വീണെടുത്ത് തന്നെ കിടക്കുന്നതാണ് പരാജയം. തിരുവോണം നക്ഷത്രത്തിന്റെ തേജസ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഭക്തിയോടെയും കൃത്യമായ പ്ലാനിങ്ങോടെയും മുന്നേറൂ. ലോകം നിങ്ങളെ ആദരിക്കുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ആത്മവിശ്വാസത്തോടെ പോരാടുക, വിജയം നിങ്ങളുടേതാണ്. നിങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരാണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി എത്രത്തോളം യോജിക്കുന്നുവെന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നക്ഷത്രത്തിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.